ഈ മണ്ഡലത്തെ രണ്ട് മുന്നണികളും മാറി മാറി ഈ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ രണ്ടു കൂട്ടർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പ്രശ്നം എന്താണെങ്കിൽ പുല്ല് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കുകയില്ല എന്നുള്ളതാണ് മണലൂരിലെ പ്രശ്നം. ഓരോ വർഷക്കാലത്തും ഒരു 100ഓളം കുടുംബങ്ങൾ വീട് തകർന്ന് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ട്. എൻഡിയുടെ മണലൂർ കാൻഡിഡേറ്റ് കെ അനീഷ് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് മണലൂർ. എന്തൊക്കെയാണ് മണലൂരിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ? മണലൂര് BJPക്ക് വലിയ ജയസാധ്യതയുള്ള മണ്ഡലമാണ്. BJPയുടെ എ ക്ലാസ് മണ്ഡലമാണ്. വലിയ ധാരാളം പ്രവർത്തകരുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ട് പിടിച്ചിട്ടുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62,000 വോട്ട് BJPക്ക് കിട്ടിയിട്ടുള്ള മണ്ഡലമാണ്. 9,000 വോട്ടിന്റെ ലീഡുള്ള മണ്ഡലമാണ്. അപ്പോൾ ഏത് നിലയ്ക്കും BJPക്ക് ജയിക്കാൻ സാധിക്കുന്ന ശക്തിയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് തന്നെയായാലും മണലൂർ പിടിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് മണലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മണലൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് മണലൂർ. ഈ മണ്ഡലത്തെ രണ്ട് മുന്നണികളും മാറി മാറി ഈ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ രണ്ടു കൂട്ടർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ മണലൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, റോഡിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നല്ല ആശുപത്രികളില്ലാത്ത പ്രശ്നമുണ്ട്, ഒരു നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പോലും മണലൂരിലില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മണലൂരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തവണ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഞങ്ങൾ മണലൂരിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം, രണ്ട് മുന്നണികൾക്കും സാധിക്കാത്ത വികസനം മണലൂരിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ട്. അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് മണലൂരിൽ വലിയ വികസനം ഞങ്ങൾ കൊണ്ടുവരും. മണലൂരിനെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ തീരപ്രദേശമുള്ള ഒരു മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നത് 1-2 കിലോമീറ്റർ ഉണ്ട് തീരപ്രദേശം വരുന്നത്. ഈ തീരപ്രദേശത്തെ വലിയ കടലാക്രമണ ഭീഷണി നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ സാഗർമാല പോലെയുള്ള പ്രൊജക്റ്റുകളിൽ ടെട്രാപോഡ് പദ്ധതി പോലെയുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സഹായത്തോടെ വളരെ ഈസി ആയിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പം UDFിൻ്റെയോ അല്ലെങ്കിൽ LDFിൻ്റെയോ ഒരു MLA വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതല്ലേ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെങ്കിൽ പുല്ല് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കുകയില്ല എന്നുള്ളതാണ് മണലൂരിലെ പ്രശ്നം. അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ചെയ്യണമെങ്കിൽ BJP വരണം. ഇപ്പോൾ നമ്മളെ സഹായിക്കും. ഇപ്പോൾ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടുത്തെ MLAക്ക് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ കടലോര മേഖലയിൽ കടൽ ഭിത്തി നിർമ്മിക്കണം എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് അവിടുത്തെ ആളുകളുടെ ആവശ്യം. ഓരോ വർഷവും 10 മീറ്റർ 20 മീറ്റർ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് കരഭൂമി. ഈ മണലൂർ മേഖലയിൽ ഓരോ വർഷക്കാലത്തും ഒരു 100ഓളം കുടുംബങ്ങൾ വീട് തകർന്ന് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ട്. പുനർഗേഹം പദ്ധതി ഇതുവരെ ആ പ്രദേശത്ത് നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ വലിയ ദുരിതമാണ് പ്രദേശത്ത്. അപ്പോൾ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ജനങ്ങൾ അവസരം തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് ചെയ്യാൻ സാധിക്കുക കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. അതുകൊണ്ട് ഇവരത് ചെയ്യാനൊരു പരിശ്രമം നടത്താത്തിടത്തോളം കാലം അവിടെ ഒരു മാറ്റം വന്നാൽ മാത്രമേ തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കടലോരം മാത്രമല്ല, അവിടെ കായലോരമുണ്ട്. വലിയൊരു മേഖല കായലോരമുണ്ട്. കനോലി കനാലിന് തീരത്ത് നിവസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവിടെ ഇതുപോലെ തന്നെ കായൽ വെള്ളം കയറി നിരവധി വീടുകൾ തകരുന്നുണ്ട്, കൃഷി നശിക്കുന്നുണ്ട്. അതിന് ഫലപ്രദമായിട്ട് തടയാൻ കായൽ ഭിത്തി കെട്ടും എന്നുള്ളത് വളരെ വർഷങ്ങളായിട്ടുള്ള അവരുടെ വാഗ്ദാനമാണ്. ഇത് വെറും വാഗ്ദാനമാണ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഇതിനൊക്കെ പദ്ധതിയുണ്ട്. അതുപോലെ ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി നശിക്കുന്ന പ്രശ്നമുണ്ട്. അവിടെ ബണ്ടുകൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ അത്യാവശ്യതയുണ്ട്. അതെ. ഇപ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട ബണ്ടുണ്ട്. ഏനാബാവ് ബണ്ട്, ഇടിയഞ്ചിറ ബണ്ട്. ഇത് ജാമ്പവാന്റെ കാലത്ത് പണിതാണ്. ഷട്ടറൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കൃഷിക്കാലമായി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം പാടത്തേക്ക് കയറും. അത് കയറാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ താൽക്കാലിക തടയണ കിട്ടുകയാണ്. 50 ലക്ഷം 60 ലക്ഷം 95 ലക്ഷം രൂപ വരെ ഓരോ വർഷവും താൽക്കാലിക തടയണ കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ആവശ്യമില്ല. ഈ 2 റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഈ ഇടിയഞ്ചിറയിലും ഏനാമാവിലും അത് ശരിയാക്കി കഴിഞ്ഞാൽ അതൊരു ശാശ്വത പരിഹാരമായി. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചു, റോഷി അഗസ്റ്റ് നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഒന്നുകിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ് തന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കാം എന്നൊരു കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രി വിളിച്ചിട്ട് വാഗ്ദാനം നൽകി.
പക്ഷെ ഇതിനൊന്നും സമയം കൊടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്തതാണ് അവിടെ പ്രശ്നം, മൈൻഡ് സെറ്റാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജനപ്രതിനിധി, ഒരു MLA മണലൂരിൽ ഉണ്ടായാൽ മാത്രമേ ഈ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരാൾ അവിടെ ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഇപ്പോൾ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൃഹസമ്പർക്കമൊക്കെ നടത്തുന്ന സമയത്ത് ആളുകളുടെ ഒരു എങ്ങനെയാണ് നമ്മളോട്ടുള്ള സമീപനം, എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ആണോ? അത് തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ മത്സരരംഗത്ത് വന്നിട്ടുള്ള രണ്ടുപേരും നിരവധി തവണ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ്. 2-3 തവണ MLA മാരായിട്ടുള്ളവർ, MP ആയിട്ടുള്ളവർ, മന്ത്രി ആയിട്ടുള്ളവർ. പക്ഷെ അവരൊന്നും തന്നെ അവസരം കിട്ടിയ സമയത്ത് പെർഫോം ചെയ്തിട്ടുള്ള ആളുകളല്ല. ഇത് ജനങ്ങൾക്കറിയാം. ഒരു തവണ ഒരു സ്ഥലത്ത് ജയിച്ച MLA ആൾ പിന്നെ ആ പ്രദേശത്തേക്ക് പോകാറില്ല. അതുപോലെ ഒരിക്കൽ MP ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വീണ്ടും നിർത്താൻ പറ്റില്ല. പിന്നെ നിർത്തിയാൽ തോൽക്കും. കഴിഞ്ഞ തവണ 19 MP മാർക്കും വീണ്ടും UDF അവസരം കൊടുത്തപ്പോൾ അവസരം കൊടുക്കാത്ത ഒരേ ഒരു MP ആണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളെ ഒരുപാട് തവണ പരീക്ഷിച്ച് പരാജയപ്പെട്ട ആളുകൾ അവിടെ ജനപ്രതിനിധിയായിട്ട് വരരുത് എന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനം എന്താണ് എന്നുള്ളത് ജനങ്ങൾ നോക്കി കണ്ടിട്ടുള്ളതാണ്. തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ ജനപ്രതിനിധികളായിരുന്നത് പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ടൊരു മാറ്റം വരണം, ഒരു യുവത്വം അവിടെ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിരവധി ആളുകളെ ഞാൻ കാണുന്ന സമയത്ത് ഇനി യുവാക്കൾ വരട്ടെ, പഴയ ആളുകൾ മാറട്ടെ, പുതിയ ആളുകൾ വരട്ടെ എന്ന് പറയുന്ന എത്രയോ ആളുകൾ ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഈ ആവർത്തന വിരസത ഒഴിവാക്കി ഇതുവരെ എന്താണ് പുതിയ വോട്ടർമാരുടെ ഒരു പൾസ് എന്താണ്? തീർച്ചയായിട്ടും അവരുടെ ഒരു പൾസാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. യൂത്ത് വരട്ടെ എന്നുള്ളതാണ്. പഴഞ്ചൻ ആളുകളൊക്കെ മാറട്ടെ, പുതിയ ആളുകൾ വരട്ടെ, പുതിയ ആളുകൾക്ക് അവസരം കിട്ടട്ടെ. അവർക്ക് ഇതുവരെ അവസരം കിട്ടിയവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പുതിയ ആളുകൾ ചെയ്യാൻ പരിശ്രമിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആ മണ്ഡലത്തിലെ യുവ വോട്ടർമാർക്കുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വലിയ പ്രതീക്ഷ പുലർത്തുകയാണ്. അവർ കൂട്ടത്തോടു കൂടി നമ്മളെ സഹായിക്കും, രാഷ്ട്രീയത്തിന് അതീതമായി സഹായിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മണലൂരിലെ NDA സ്ഥാനാർത്ഥി അടൂർ KK അനീഷ് കുമാർ. കൊച്ചിയിൽ നിന്നും അർജുൻ സിവാനച്ച്.